ഇനിയൊരു അപകട വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. പാസഞ്ചർ ട്രെയിനും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിക്കുകയായിരുന്നു. നിരവധി ബോഗികൾ പാളം തെറ്റി. യാത്രക്കാർക്ക് പരിക്കേറ്റതായ സംശയമുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, നിരവധി പേർക്ക് പരിക്ക് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത്? ബിലാസ്പൂരിൽ നിന്നാണ് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായെന്ന വാർത്ത പുറത്തുവരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചനകൾ വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കാം. ചരക്ക് വണ്ടിയും പാസഞ്ചർ ട്രെയിനും തമ്മിൽ കൂട്ടിയിടിച്ചു. നിരവധി ബോഗികൾ മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ബിലാസ്പൂരിലാണ് സംഭവമുണ്ടായത്. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത്? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ബിലാസ്പൂരിൽ ചരക്ക് തീവണ്ടിയും പാസഞ്ചർ തീവണ്ടിയുമാണ് കൂട്ടിയിടിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കുറേയായി പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒട്ടനവധി ബോഗികൾ പാളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൗറയിലേക്ക് പോവുകയായിരുന്നു. ഹൗറ ബിലാസ്പൂർ പാതയിലാണ് ഈ പ്രശ്നമുണ്ടായത്, ഈ അപകടമുണ്ടായത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതിനപ്പുറം എത്ര പേർക്ക് സാരമായി പരിക്കേറ്റവർ എത്ര, ഗുരുതരമായി പരിക്കേറ്റവർ എത്ര എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന് തുടങ്ങുന്നതേയുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന വിവരം ചരക്ക് തീവണ്ടിയും അതോടൊപ്പം തന്നെ പാസഞ്ചർ തീവണ്ടിയും കൂട്ടിയിടിച്ച് വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. നിരവധി ബോഗികൾ പാളം തെറ്റിയതായി മനസ്സിലാകുന്നുണ്ട്. ചില ബോഗികൾ തകർന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് എന്തായാലും അരുതാത്തത്, വലിയ വലിയ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അതിന്റെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കുറച്ച് ഗൗരവത്തിലുള്ളതാണ്, ഗുരുതരമായ അപകടമാണ് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. ഹൗറ ബിലാസ്പൂർ റൂട്ടിലാണ് സംഭവം എന്നുള്ളതും ഇപ്പോൾ വിവരം പുറത്തു വരുന്നു. ശ്രീകാന്ത്, ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ചില മരണങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത്, നിലവിലിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചില മരണ കണക്കുകൾ വരുന്നു എന്നതൊഴിച്ചാൽ ഔദ്യോഗികമായ വിശദീകരണം ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നും വന്നു തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ വരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 10-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഈ മരണസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും നൽകുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. അത് ഔദ്യോഗിക സ്ഥിരീകരണം കൂടി അതിന് വരേണ്ടതുണ്ട്. നിലവിൽ പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ കിട്ടിയത് 10 പേർ എന്നുള്ളതാണ്. അത് ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. കാരണം ബോഗികൾ പാളം തെറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ഈ അപകടം അത് ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് അപകട കാരണം എന്നതടക്കം ഇനി വേണം മനസ്സിലാക്കേണ്ടത്. ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. ഹൗറ ബിലാസ്പൂർ പാതയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് കൂടി വ്യക്തമാകുന്നു. ഓക്കെ ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ശ്രീകാന്തിലേക്ക് എത്താം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായിരിക്കുന്നു എന്ന പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. പാസഞ്ചർ ട്രെയിനും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിക്കുകയായിരുന്നു. നിരവധി ബോഗികൾ പാളം തെറ്റി യാത്രക്കാർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.